റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്ങന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജി സുരേഷ് കുമാർ ആർ പതാക ഉയർത്തി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു. ചെങ്ങന്നൂർ സബ് ജില്ലാ ജഡ്ജ് വീണ എസ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അനുപമ എസ് പിള്ള, മുനിസിപ്പൽ മജിസ്ട്രേറ്റ് അമല ലോറൻസ്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ദിവ്യ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശോഭ, ബാർ അസോസിയേഷൻ സെക്രട്ടറി ജോസഫ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens equality, liberty എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ പരമമായ അധികാരത്തെ വിളംബരം ചെയ്യുന്ന, ഈ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണെന്ന് വിളംബരം ചെയ്യുകയാണ് 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഉണ്ടായത്. എല്ലാവരും റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആഘോഷത്തിലായിരിക്കുന്ന ഈ വേളയിൽ എന്താണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യമെന്നും അത് എന്തൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നതെന്നും ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ജോർജ് തോമസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. രാജ്യത്തെ പരമോന്നത നിയമമായ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന നമുക്ക് പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ചും ഒപ്പം ചില മൗലിക ചുമതലകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ റിപ്പബ്ലിക് ദിനം മാറണം. അഭിഭാഷക ക്ലർക്കന്മാർ, എൻ്റെ ഏറ്റവും ആദരണീയരായ സീനിയർ അഭിഭാഷകർ, ജൂനിയർ അഭിഭാഷകരടക്കം ഇവിടെ കൂടിയിട്ടുള്ള ചിന്മയ വിദ്യാലയത്തിലെ കൊച്ചുകുട്ടികൾ, അതോടൊപ്പം SPCയുമായി ബന്ധപ്പെട്ട കുട്ടികൾ, ബാൻസെറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, അവരെല്ലാം തന്നെ ആദ്യമേ ഈ ഒരു റിപ്പബ്ലിക് ഡേയിൽ ഇവിടെ എത്തിച്ചേർന്നതിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുന്നു. ആദ്യമായിട്ട് ചെങ്ങന്നൂർ ചിന്മയ മിഷൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡുമേളത്തോടെ പ്രൗഢഗംഭീരമായിട്ടാണ് റിപ്പബ്ലിക് ദിനത്തിന് തുടക്കം കുറിച്ചത്. ചെങ്ങന്നൂർ പോലീസ് അധികാരികൾ, സ്കൂൾ പോലീസ് കേഡറ്റുകൾ, NCC, സ്കൗട്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവർ ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.